ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഒരു ഇൻ്റർവ്യൂ സീരീസിന് വേണ്ടി ഇറങ്ങുകയാണ്. ഇപ്രാവശ്യത്തെ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്. പഴയ വേഷം, പുതിയ ഡൊമൈൻ എന്താവും പോയി നോക്കി നോക്കാം. ഇതിപ്പോൾ കംപ്ലീറ്റ് ലുക്ക് ആയിട്ടില്ല. ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. കഴിഞ്ഞ ഓഫീസിൽ നിന്ന് ഇറങ്ങി വിസ പ്രോസസ്സിങ്ങിൻ്റെ ഇഷ്യൂ കാരണം അവർ വിസ തന്നില്ല. 2 മാസം കഴിഞ്ഞപ്പോൾ കൈയൊഴിഞ്ഞ പോലെയായി. ഓൺ വിസയിൽ വേണമെങ്കിൽ വർക്ക് ചെയ്തോ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ എല്ലാം 2 മാസം കൂടുമ്പോഴും വിസ പുതുക്കിയിട്ട് നിൽക്കാൻ നമുക്ക് പറ്റില്ല. വിസ പുതുക്കണമെങ്കിൽ ഒമാൻ പോയി വരാനും നമുക്കൊന്ന് 2 ദിവസത്തെ കഷ്ടപ്പാടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പൈസ വേണം. അപ്പോൾ വിസ കിട്ടുന്ന ഏതെങ്കിലും കമ്പനി ഉണ്ടോ നോക്കാം. അതല്ലെങ്കിൽ നാട്ടിൽ പോകും, അത്ര തന്നെ. നാട്ടിൽ പഠിച്ച പണി കിട്ടുമല്ലോ. രക്ഷപ്പെടാനുള്ള ഓരോ വാതിലുകൾ നമ്മളിനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും നമുക്ക് മുന്നിൽ തുറന്നു തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകും. അതാണ് ഇപ്പോഴത്തെ ഫൈനൽ ഡിസിഷൻ. അപ്പോൾ UAE സെയിൽസിൻ്റെ ഇൻ്റർവ്യൂവിൽ 3rd ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാണ്. ഈ സെയിൽസ് റിലേറ്റഡ് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആണ് കേട്ടോ കിട്ടണുള്ളൂ. ആൻഡ്രോയിഡിൻ്റെ 2 കോൾ വന്ന് കിടക്കുന്നുണ്ട്. പക്ഷേ ഇൻ്റർവ്യൂ ആയിട്ടില്ല. വിളിക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ ടൈം ലാഗിങ് പ്രൊസീജിയറാണ്. നല്ല കമ്പനീസൊക്കെ ആണെങ്കിൽ ഒരു 4 മാസം 6 മാസമൊക്കെ എടുത്തിട്ടായിരിക്കും അവർ ഇൻ്റർവ്യൂ നടത്തുക. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ടൈം നമ്മുടെ കയ്യിലില്ല. 2 മാസമാണ് ഒരു വിസിറ്റിംഗ് വിസ ഉള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ 3rd ഇൻ്റർവ്യൂ ആസ് എ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്. അതിനുള്ള ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ തത്രപ്പാട്. ഇനി ഹെയറും കൂടി ഒന്ന് പോണിടയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇൻ്റർവ്യൂവിന് റെഡി ആയിട്ട് പോയിട്ട് വരാം. കഴിഞ്ഞ 2 പ്രാവശ്യം ദൈവം നമ്മുടെ കൂടെ ഉള്ള കാരണം 2 ജോലിയും ക്രാക്ക് ചെയ്യാൻ പറ്റി. 2 സ്ഥലത്തും ഈ 2 മാസം വെച്ച് വർക്ക് ചെയ്യാൻ പറ്റി. നമ്മുടെ സമയം ശരിയല്ലാത്തത് കൊണ്ടും വിസ പ്രോസസ്സിങ്ങിൻ്റെ ഇഷ്യൂ കൊണ്ടും നമുക്ക് ഇറങ്ങേണ്ടി വന്നു 2 സ്ഥലത്തുനിന്നും. ഇനി കയറാൻ പോകുന്നത്, ഇൻ്റർവ്യൂ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കയറാൻ പോകുന്നത് ലൈഫ് ലോങ് നിൽക്കാൻ പറ്റുന്നത് ഒരെണ്ണം ആയിരിക്കാനും വിസ കിട്ടാനും ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കയ്യിലല്ലല്ലോ, എല്ലാം അങ്ങേരുടെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തിട്ട് പോവുകയാണ്. ഇപ്രാവശ്യം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പോയിട്ട് വരാം. അപ്പോൾ ബുർജുമാനിലായിരുന്നേ. ഇൻ്റർവ്യൂ ഒക്കെ നന്നായിരുന്നു. ഒരു ഫിലിപ്പിയൻ മാഡാണ് എൻ്റെ മാനേജറായിട്ട് വരിക. അപ്പോൾ നാളെ തൊട്ട് ജോയിൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്ഡേറ്റ്സ് ഒക്കെ പിന്നീട് അറിയിക്കാം. അങ്ങനെ 3rd ഇൻ്റർവ്യൂ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്.